ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫിബിലം ജോൺ. എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ ജാതിപ്പറമ്പിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു തോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ പറമ്പിൽ പന്നിശല്യം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ കപ്പയും കാര്യങ്ങളെല്ലാം നട്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല വിളവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടാണ്. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഈ വർഷവും കപ്പയൊക്കെ നമ്മൾ നട്ടു. അപ്പോൾ കപ്പയൊക്കെ നട്ടിട്ട് കഴിഞ്ഞ അടുപ്പിച്ചുള്ള മഴ ആ സമയത്ത് വീണ്ടും നമ്മുടെ പറമ്പിൽ പന്നി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പന്നി ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ നാശങ്ങളാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മളുടെ ജാതിയുടെ ചോടാണ് കേട്ടോ. അപ്പോൾ ജാതിയുടെ തടാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ജാതിയുടെ തുടം കഴിഞ്ഞ ഈ വേനൽ സമയത്ത് നല്ല രീതിയിൽ തടമൊക്കെ എടുത്ത് നല്ല വലുപ്പത്തിൽ നല്ല വിസ്താരത്തിലൊക്കെ തടമൊക്കെ എടുത്തു. നമ്മൾ വലിയ തടമൊക്കെ ആക്കി എടുത്ത് അതിൽ വളവും ആട്ടുംകാട്ടും കാര്യങ്ങളെല്ലാം നമ്മളിട്ട് നമ്മൾ സെറ്റാക്കിയതായിരുന്നു. ഇപ്പോൾ ആ തടങ്ങളൊക്കെ കണ്ടില്ല നിങ്ങളെല്ലാം കുത്തി മറിച്ച് നമ്മുടെ പറമ്പ് നിരപ്പാക്കിയിട്ടേക്കുക കേട്ടോ. എല്ലാ ജാതി ചൂടും ഇതുണ്ടല്ലോ, ഈ ജാതി ചൂട് എല്ലാ ജാതി ചൂടും കുത്തി ഇളക്കി നിരപ്പാക്കിയിട്ടേക്കാണ്. പിന്നെ അതെ ഈ പിച്ച് കീറിയിട്ടേക്കുന്നത് നമ്മുടെ പൈനാപ്പിളാണ് കേട്ടോ. ഇത് മുള്ളുള്ള പൈനാപ്പിളാണ്. അപ്പോൾ ആ മുള്ളുള്ള പൈനാപ്പിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ കണ്ടോ. അത് കടയോടുകൂടി പറിക്കുക മാത്രമല്ല, അതിൻ്റെ ഓരോ ഈ കൈതയുടെ ഓലകൾ പോലെ എല്ലാം സെപ്പറേറ്റാക്കി മാറ്റിയിട്ടേക്കണെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് മുള്ളില്ലാത്തൊരു പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ കോലം കണ്ടില്ലേ. മൊത്തം അതിൻ്റെ ഈ മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ ഉള്ളിനെ അവരെടുത്ത് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഒരു മധുരം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ തെങ്ങിൻ്റെ ഉള്ളിലൊരു മധുരമുള്ള ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പൈനാപ്പിളിൻ്റെ ഈ കൂമ്പിൻ്റെ ഉള്ളിൽ നല്ല മധുരത്തോടു കൂടി ഒരു പോഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഇത് കൂമ്പടക്കം കടിച്ചു പറിച്ച് തിന്നത്. ഈ ജാതി ചോടൊക്കെ എല്ലാം കുത്തി ഇളക്കി മറിച്ചിട്ടാണ്. അത് കയ്യാലം മാട് എല്ലാം അടുത്ത മേലത്തെ കണ്ടത്തിലേക്കുള്ള കയ്യാലെല്ലാം കുത്തിയിട്ടു. ഇവിടെ മുള്ളുള്ള പൈനാപ്പിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഞാൻ വെച്ചു മുള്ള് ഇല്ലാത്ത പൈനാപ്പിൾ ഉണ്ടാവും, അത് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചു. അത് നമ്മൾ മുള്ളുള്ള പൈനാപ്പിളിൻ്റെ, അതായത് ഈ വേലി പൈനാപ്പിൾ എന്നൊക്കെ പറയണേ ആ പൈനാപ്പിളിൻ്റെ അടുത്ത് നമ്മൾ വന്നു. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടോ കൂമ്പെല്ലാം വായിട്ട് ചവച്ചരച്ചിട്ടേക്കുന്നു. പിന്നെ സാധാ നിൽക്കുന്ന ഒരു പൈനാപ്പിളിന് പോലും കൂമ്പില്ല. കൂമ്പെല്ലാം അവർ പറിച്ച് തിന്നേക്കാണ്. ഇതിൻ്റെ ചോടോടുകൂടി നശിപ്പിച്ചു കണ്ടോ. ചോടോടുകൂടി എല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നു. മാത്രമല്ല തൊട്ട് അപ്പുറത്ത് നമ്മളൊരു പൈനാപ്പിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ പൈനാപ്പിളൊക്കെ നേരെ നിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലത്തെ ആ കൂമ്പ് അവർ പറിച്ചുകൊണ്ട് പോയിക്കാണ്. അടിയത്തെ ഓല മാത്രമാണ് നിൽക്കുന്നത്, അതിൻ്റെ കൂമ്പ് അവർ പറിച്ചെടുത്ത് തിന്നേക്കണയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പൈനാപ്പിളിൻ്റെ നേരെ നല്ലൊരു ആക്രമണം തന്നെയാണ് നടത്തിയത്. ഈ വർഷം എനിക്ക് തോന്നുന്നത് കൂട്ടത്തോടുള്ള ഇതാണെന്ന് തോന്നുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നമ്മുടെ പറമ്പിൽ ചെയ്തു കൂട്ടിയതാണ്ടോ പന്നികൾ ഇറങ്ങിയിട്ട്. 2 ദിവസം കൊണ്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളാണ്. ഇതുണ്ടല്ലേ, തേങ്ങ പൊതിച്ചിട്ട് ചകിരി ഇട്ടേക്കുന്ന കേട്ടോ. തേങ്ങ ഇവിടെ ഇല്ല, തേങ്ങ പൊതിച്ച് ശരിക്കും നമ്മൾ പൊതിക്കണ പോലെ തന്നെ എതിളായി ചകിരി പൊളിച്ച് നീക്കിയിട്ടേക്കണം കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതെ ഈ സൈഡിലും പൈനാപ്പിളുണ്ട്. ഈ പൈനാപ്പിളും അവരിതുപോലെ തന്നെ എല്ലാം നശിപ്പിച്ചിട്ടേക്കാണ്. ഒന്നുകിൽ കൂമ്പോട് കൂടി പറിച്ചെടുത്തേക്കാണ്, അല്ലെങ്കിൽ ചോടോടുകൂടി നശിപ്പിച്ചിട്ടേക്കുന്നു. കടയോട് കൂടി നിൽക്കുന്നതിൻ്റെ കൂമ്പില്ല ആ രീതിയിലാട്ടോ അവർ നശിപ്പിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു പൈനാപ്പിൾ ഇതിലൊരു പൈനാപ്പിൾ, ഇത് ചോട് നശിപ്പിച്ചിട്ടില്ല, പക്ഷേ ഇതിലൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ആ പൈനാപ്പിൾ അവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോടാണ് ഏറ്റവും വലിയ രസം. നമ്മൾ ഈ ഒരു ദിവസം പന്നി നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഓലയും കൊണ്ട് മൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓല ഞങ്ങൾ മാറ്റി കൊണ്ടതേ പൈനാപ്പിൾ നിൽക്കണുണ്ടോ. അപ്പോൾ ഇതിൽ പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് അവരെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓലയും കൊണ്ട് മൂടി നമ്മൾ ഈ പൈനാപ്പിൾ കാണണ്ടെന്നുള്ള രീതിയിൽ ഓല വെട്ടി മൂടിയതാണ്. പക്ഷേ ഇവർ പൈനാപ്പിൾ കഴിച്ചില്ല, അതിൻ്റെ ചോട് കണ്ടോ, ഇതാണ് അതിൻ്റെ ചോടോടുകൂടി അത് പറിച്ചിട്ടേക്കാണ്. അപ്പോൾ ചോടോടുകൂടി പറിച്ചില്ല പൈനാപ്പിൾ നമുക്ക് അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന് ചോദിക്കാം. ഇതിപ്പോൾ ചോടോടുകൂടി പറിച്ച് അവരിട്ടേക്കുന്നു. പൈനാപ്പിൾ അവർ കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണമാണോ ചെയ്യണേ. അതേപോലെ നമ്മളിതിവിടെ പപ്പായ നട്ടു. ഇതൊരു വെറൈറ്റി പപ്പായാണ്. അത് മഞ്ഞ കളറിലുള്ള പപ്പായാണ് ഉണ്ടാവുക. കപ്ലങ്ങ അങ്ങനെയൊക്കെ പറയില്ലേ, അത് മഞ്ഞ കളറിലാട്ടത് ഉണ്ടാവും. ഇത് കണ്ടോ, കടയോട് കൂടിയിട്ട് ഇത് വേര് കട്ടായിട്ടില്ലാന്ന് തോന്നുന്നു. കട്ടായെങ്കിൽ ഇത് വാടിയാനെ പിടിച്ച് കിട്ടും. അതുപോലെ ഇത് നമ്മുടെ പ്ലാവിൽ നമ്മൾ കയറ്റി വിട്ട കൊടിയാണ് കേട്ടോ.
ഈ വർഷം എന്തായാലും 1-2 തിരി അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ട്. തിരി ഈ വർഷം തൊട്ട് കായ്ഫല കായ്ച്ചിട്ടുള്ളൂ. കഞ്ഞിക്കൊടിയാണ്, കായ്ക്കാറായിട്ടുള്ള കൊടിയാണ്. അപ്പോൾ കൊടി ഇതുപോലെ പ്ലാവിൽ കയറിക്കണെയാണ്. ഈ കൊടിയുടെ ചുവട്ടിലും അവർ നല്ല രീതിയിലുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വേര് കൊടിയുടെ. കണ്ടോ, ഈ വേരൊക്കെ പൊട്ടി പോകുന്നുണ്ട്. ഒരു നാര് പോലുള്ള ഒരു വേര് മാത്രം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയേക്കാം. നമ്മൾ ഇന്ന് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അത് മാന്തും. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പോയിട്ടില്ല. കൊടി പോവാതെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം, അത്ര തന്നെ. പിന്നെ അവിടെ നമ്മൾ നമ്മുടെ താഴത്തെ കണ്ടത്തിലേക്ക് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കപ്പ നട്ടാട്ടോ. ഇത് നമ്മൾ കപ്പ നട്ടതാണ്. കപ്പ നട്ട് ഏകദേശം നമ്മുടെ ഒരു മുട്ടിനേക്കാൾ ഹൈറ്റിൽ പൊടിപ്പായി വളർന്നു വന്നതാണ്. ആ വാരം മൊത്തം അവർ കടിച്ച് പറിച്ച് ഇലയടക്കം കടിച്ച് തിന്നുന്നുണ്ട്. എല്ലാ നാട്ടിയ കപ്പത്തടി വരെ താഴ്ത്തി മറിച്ചിട്ടേക്കണ കേട്ടോ കാണുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ അതിൻ്റെ താഴത്തെ കണ്ടത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കവുങ്ങിൻ്റെ ചോടും മഞ്ഞളിൻ്റെ ഇടയിലൊക്കെ അവർ ഇങ്ങനെ കുത്തി മറിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കശുമാവാണ്. ഈ കശുമാവിലിട്ടേക്കുന്ന കൊടിയും അവർ മെല്ലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കശുമാവിലുള്ള കൊടി ഇളക്കിയിട്ടുണ്ട്. ഇതും കുറച്ച് പ്രായമുള്ള പഴയ കൊടി തന്നെ. അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്നും പൊട്ടി തന്നെ അത് പോവില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കപ്പകളെല്ലാം തീറായിട്ട് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം കപ്പ കളഞ്ഞിട്ടുണ്ട്. ഇത് 3 കട കപ്പ ഓരോ റൗണ്ടായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് അവരെ കുളമ്പാണ്. അവർ ചവിട്ടി പോയതിൻ്റെ കുളമ്പിൻ്റെ പാട് കാണുന്നത്. ഈ സൈഡിലെ കപ്പയും നമ്മുടെ കളഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പല ഇടവേളയായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളൊരു 3 കപ്പത്തരയാണ് നട്ടത്. അതിൽ 2 കപ്പത്തര കണ്ട. ഈ പ്രായത്തിലാണ് എല്ലാ കപ്പയും ഈ പ്രായത്തിലായതാണ് കേട്ടോ. അതൊക്കെയാണ് കഴിഞ്ഞിട്ടാണ്. ഇതൊരെണ്ണം മാത്രം അവർ നമ്മൾ പിന്നെ കുത്തി വെച്ചപ്പോൾ അത് വാടിപ്പോയിട്ടുണ്ട്. ഈ 2 മാത്രം തൊട്ടിട്ടില്ല കേട്ടോ, തൊടാതെ കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ നട്ടേക്കുള്ള എല്ലാ കപ്പകളും കളഞ്ഞു. അതുപോലെ ഇപ്പം നട്ടിട്ടുള്ള കുരുമുളകിൻ്റെ തൈയുണ്ട്. ആ കുരുമുളകിൻ്റെ തൈ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചിയും ശരിക്കും അവർ കുത്തി മറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി കളയാൻ വകുപ്പില്ല, പക്ഷേ ഇഞ്ചി അങ്ങനെ മാന്തില്ല. പക്ഷേ അവർ ഈ ഇഞ്ചിയുടെ കടയിൽ മണ്ണിര ഉണ്ടാവും. മണ്ണിര കിട്ടാനാണ് തോന്നുന്നുണ്ട്. വാരം മൊത്തം കുത്തി ഇളക്കി മറിച്ചിട്ടു. അവർ മണ്ണിരനെ തിന്നാൻ വേണ്ടിയിട്ടാവണം. അല്ലെങ്കിൽ ഇഞ്ചി കാച്ചി നമ്മുടെ ചേമ്പും ചേനയൊക്കെ കടിച്ച് കളയണ പോലെ ഇഞ്ചി കളയില്ല. പക്ഷേ മണ്ണിരനെ പിടിക്കാനാണ് തോന്നുന്നു. മൊത്തം കുത്തി മറിച്ച് നട്ട് നല്ല കരുത്തോടു കൂടി വന്നത് എല്ലാം കളഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ചേമ്പിന് ആക്രമണമുണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ ചേമ്പ്. ഈ ചേമ്പ് നട്ടേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മേളിലത്തെ തിറ്റിൻ്റെ കയ്യാലയാണ് കേട്ടോ. ഈ ഭാഗത്താണ് നട്ടായിരുന്നത്. അതിൻ്റെ കട അവിടെ പറിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഇല കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇതുണ്ട്. ആ അതിൻ്റെ മാണം തിന്നേൻ്റെ പാടാണ് കേട്ടോ. പൊത്തുപോലെ കടിച്ച് നമ്മൾ വിത്തിട്ട് മുളച്ചതിൻ്റെ അതിൻ്റെ അടിഭാഗം ഇത് കടിച്ച് തിന്നേക്കാണ്. അത് ഒന്ന് ഉണ്ടായി വരുമ്പോഴേക്കും അവർ പറിച്ച് തിന്നാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ നമ്മൾ ചേമ്പ് നട്ടാട്ടോ. അതിൻ്റെയും അവസ്ഥ ഇതന്നെ. അതിൻ്റെയും ചേമ്പ് തണ്ട് ഇവിടെ കിടക്കണം. അടിയിലുള്ള ജാതി തോട് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ 2 ദിവസം കൊണ്ട് പന്നി ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്ത നഷ്ടങ്ങളാട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ നമ്മൾ കൃഷിയൊക്കെ നട്ട് വളർത്തി എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തോ ഒരു എഫക്റ്റ് ഈ നല്ല കൊതുകടിയും കൊണ്ട് അതിൻ്റെ ഇടയിൽ മരച്ചാറ്റിലും കൊണ്ട് എല്ലാം കൊണ്ടിട്ട് നമ്മൾ ഇത്ര ത്യാഗം കഴിച്ച് ഇതുപോലെ നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിന് നമുക്കൊരു ഉപകാരം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും കേട്ടോ.